ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വൈര്യത്തിൻ്റെ പ്രതീകമാണ് ആഷസ് പരമ്പരയെ കാണുന്നത്. പ്രതീകമാണ് അതിൻ്റെ. എന്നാൽ ഒരു മനോഹര പ്രണയത്തിൻ്റെ കഥ കൂടി ഇവർക്ക് പറയാനുണ്ട്. ആ ചാരച്ചപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ള ആ കഥയുമായി അനിൽ വാസുദേവ് വീണ്ടും ചേരുന്നു. ആഷസ് സീരീസ് ക്രിക്കറ്റ് മൈതാനത്തെ സമാനതകളില്ലാത്ത കുടിപ്പക. 142 കൊല്ലമായി ഒരു ചാരച്ചെപ്പിനായി ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും പോരടിക്കുകയാണ്. പഴകുന്തോറും വീര്യം കൂടുന്ന വൈര്യം. എന്നാൽ ആഷസിന് പിന്നിൽ ഒരു പ്രണയകഥ ഒളിച്ചിരിപ്പുണ്ടെന്ന് കേട്ടാൽ ഞെട്ടേണ്ട. ആ കഥ ഇങ്ങനെയാണ്. ഡിസംബറിൽ ഇംഗ്ലണ്ട് ടീം ഓസ്ട്രേലിയയിലേക്ക് ടെസ്റ്റ് പരമ്പരയ്ക്ക് എത്തിയതാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഒരു പരമ്പരയായിരുന്നില്ല. കാരണം ഓഗസ്റ്റിൽ ഇംഗ്ലണ്ടിലെത്തി ചരിത്രത്തിൽ ആദ്യമായി ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര ജയിച്ചിരുന്നു. ആ വലിയ തോൽവിയെ ഇംഗ്ലണ്ടിലെ ദ സ്പോർട്ടിംഗ് എന്ന പത്രം കളിയാക്കിയത് അതിൻ്റെ പാരമ്യത്തിലായിരുന്നു. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് കൊല്ലപ്പെട്ടെന്നും ശരീരം ദഹിപ്പിച്ച് ആഷസ് അഥവാ ചാരം ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയെന്നുമായിരുന്നു അവരുടെ വാർത്ത. ഇംഗ്ലണ്ട് ടീമിന് ഇതിൽ പരം നാണക്കേടുണ്ടോ? ഇതിനാൽ തന്നെ ഇംഗ്ലണ്ട് നായകൻ ഈവോ ബ്ലേക്കിനും സംഘത്തിനും ഓസ്ട്രേലിയൻ പര്യടനം അഭിമാന പോരാട്ടമായിരുന്നു. ഇംഗ്ലണ്ട് ടീമിന്റെ വാശി വെറുതെ ആയില്ല. ട്രോഫി തിരിച്ചുപിടിക്കുമെന്ന വാക്ക് ഈവോ പാലിച്ചു. പരമ്പര ഇംഗ്ലണ്ട് ജയിച്ചു. ഇതിൽ ആവേശഭരിതരായ ഫ്ലോറൻസ് മോർഫി അടക്കമുള്ള ഒരു സംഘം മെൽബൺ വനിതകൾ ഇംഗ്ലണ്ട് ക്യാപ്റ്റന് ഒരു സമ്മാനം നൽകി. മെൽബണിലെ 3ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉപയോഗിച്ച ബൈൽസ് കത്തിച്ച ചാരം നിറച്ച 15 സെന്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു മരച്ചെപ്പാണ് അവർ സമ്മാനിച്ചത്. അവിടെയാണ് ആഷസ് എന്ന പരമ്പരയ്ക്കും ഈവോ ബ്ലേക്കും ഫ്ലോറൻസ് മോർഫിയും തമ്മിലുള്ള പ്രണയത്തിനും മുട്ടിടുന്നതും. 1 വർഷത്തിന് ശേഷം ഇരുവരും വിവാഹിതരായി. ബ്ലെയുടെ മരണശേഷം 1927 MCCക്ക് ആഷസ് കപ്പ് ഫ്ലോറൻസ് മോർഫി കൈമാറുകയായിരുന്നു. ഇതാണ് ആ മനോഹര പ്രണയകഥ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.